നാളെ എറണാകുളത്ത് വെച്ച് നടക്കുന്ന ബി.ജെ.പിയുടെ പുതിയ കോർ കമ്മിറ്റി മീറ്റിംഗിൽ കെ സുരേന്ദ്രനും വി മുരളീധരനും സി.കെ. പത്മനാഭനും പങ്കെടുക്കില്ല എന്നറിയുന്നു. പുതിയ നേതൃത്വത്തിനെതിരെ ബി.ജെ.പിക്കുള്ളിൽ അതൃപ്തി പുകയുമ്പോഴാണ് മുതിർന്ന നേതാക്കൾ മീറ്റിംഗിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. അസമിലും ഡൽഹിയിലും മറ്റു ചില യോഗങ്ങളുണ്ടെന്നാണ് നേതാക്കന്മാരുടെ വിശദീകരണം. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അമൽ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയും. SKN പുതിയ കോർ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ മീറ്റിംഗ് ആണ് നാളെ കൊച്ചിയിലെ YMC ഹാളിൽ വെച്ച് ചേരാൻ പോകുന്നത്. 23 അംഗ കോർ കമ്മിറ്റി മീറ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP-യിൽ ഇത്രയധികം അംഗങ്ങളുള്ള ഒരു കോർ കമ്മിറ്റി ഉണ്ടാകുന്നത് ആദ്യമാണ്. അപ്പോൾ ഈ ഒരു മീറ്റിംഗിന്റെ ഭാഗമായി തന്നെ പല നേതാക്കളും പങ്കെടുക്കുമെന്ന് ഔദ്യോഗികമായി അറിയിക്കുമ്പോൾ തന്നെയും വി മുരളീധരനും കെ സുരേന്ദ്രനും വിട്ടുനിൽക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ വി മുരളീധരൻ ഇപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. അദ്ദേഹം നാളെ ഡൽഹിക്ക് പോകേണ്ടതുണ്ട്. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അതിനാൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സുരേന്ദ്രൻ അസമിലേക്ക് പോവുകയാണ്. അവിടെയും അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് ഉണ്ടെന്നാണ് സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സി.കെ. പത്മനാഭൻ മകൾ കോഴിക്കോട് നിന്ന് മറ്റൊരു യാത്രയപ്പിന് വേണ്ടിയിട്ട് പോകുകയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിപരമായ കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സി.കെ. പത്മനാഭൻ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, സി.കെ. പത്മനാഭനെയൊക്കെ ആദ്യം ഈ കോർ കമ്മിറ്റിയിൽ എടുക്കുന്ന ഒരു കാര്യത്തിലൊക്കെ വളരെ വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് ഏറെ വലിയ ചർച്ചകളും ആശയക്കുഴപ്പങ്ങളും എല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമാണ് CKPയെ ഈ ഒരു കോർ കമ്മിറ്റിയുടെ ഭാഗമാക്കി മാറ്റുന്നത് പോലും. ഏതായാലും സുരേഷ് ഗോപിയും ജോർജ് കുര്യനാണ് മറ്റൊരു ശ്രദ്ധാകേന്ദ്രം. ഇതിൽ ജോർജ് കുര്യൻ ഇന്ന് തന്നെ ഡൽഹിക്ക് പോവുകയാണ്. പക്ഷേ സുരേഷ് ഗോപി ഇപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. അദ്ദേഹം ഓൺലൈനായിട്ട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയാണ് എങ്കിൽ തന്നെയും ഈ ഒരു പുതിയ നേതൃത്വത്തിനെതിരെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും BJP-യുടെ ഉള്ളിൽ ഉണ്ട് എന്നത് പരസ്യമായ ഒരു രഹസ്യം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നേതാക്കന്മാരുടെ ഒരു വിട്ടുനിൽക്കൽ അണികൾക്കിടയിൽ വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഈ ഒരു മീറ്റിംഗിന്റെ അജണ്ട എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടികയിൽ ഒരു ചർച്ച ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ തൃശൂർ അടക്കമുള്ള ഇന്ത്യയിൽ ഒട്ടാകെയുള്ള വോട്ടർ പട്ടികയെ സംബന്ധിച്ച ക്രമക്കേടിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് BJP അതിനെ നേരിടേണ്ടത് എങ്ങനെയാണ് എന്നൊരു ചർച്ചയും ഈ കോർ കമ്മിറ്റിയുടെ ഭാഗമായി ഉണ്ടാകും. അതോടൊപ്പം തന്നെ കോതമംഗലത്തെ പ്രശ്നം, ആ ലവ് ജിഹാദായ ഒരു പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെ നിലവിൽ ഇപ്പോൾ BJP ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ തുടർന്ന് കൊണ്ടുപോകേണ്ടത് എന്നൊരു കാര്യത്തിലും നാളെ ചർച്ചകൾ ഉണ്ടാകാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ പുതിയ ചില അംഗങ്ങളും ഈ കോർ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് അനൂപ് ആന്റണിയും ഷോൺ ജോർജുമാണ്. അവരും ഈ മീറ്റിംഗിന്റെ ഭാഗമായി നാളെ പങ്കെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു അമൽ സുരേന്ദ്രൻ.